ഹെൻറി ഫയോൾ, ഹെൻറി ഫയോൾ എന്നറിയപ്പെടുന്ന ജൂൾസ് ഹെൻറി ഫയോൾ ഒരു പ്രശസ്തനായ ഫ്രഞ്ച് എഞ്ചിനീയറും ഖനനമേഖലയിലെ കാര്യനിർവാഹകനുമായിരുന്നു. അദ്ദേഹം എഴുത്തിലും വ്യാപാരത്തിലും പ്രാഗൽഭനായിരുന്നു. ഫയോളിസം എന്ന പേരിൽ ഒരു വ്യാപാര നിർവഹണ സിദ്ധാന്തം രൂപപ്പെടുത്തിയിട്ടുണ്ട്. ജീവചരിത്രം 1841 ഇസ്താംബുളിന്റെ ഒരു പ്രാന്തപ്രദേശത്താണ് ഫയോൾ ജനിച്ചത്. 1860 ഇക്കോൾ നാഷണൽ സുപ്പേരിയോർ ഡെസ് മൈൻസിൽ നിന്നും ബിരുദധാരിയായ ഫയോൾ കൊമ്പനി ഡെ കൊമൻട്രി ഫൂച്ചംബോ ഡെക്കാസ്വിൽ എന്ന ഖനിയിൽ എഞ്ചിനീയറായി പ്രവർത്തനമാരംഭിച്ചു. പിന്നീട് 1888 അദ്ദേഹത്തെ ഖനിയുടെ മേധാവിയായി നിയമിച്ചു. ഒരു വ്യവസായത്തിന്റെ വിജയത്തിന് നേതൃപാടവം, മാനേജീരിയൽ എബിലിറ്റി അത്യന്താപേക്ഷിതമാണെന്ന ഫയോൾ കണക്കാക്കുകയും അത് സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം മനസ്സിലാക്കി. തന്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അദ്ദേഹം എഴുതിയ അഡ്മിനിസ്ട്രേഷൻ ഇൻഡസ്ട്രിയൽ എഡ് ജനറാലിൽ നേതൃപാടവത്തിന്റെ ഘടകങ്ങളെക്കുറിച്ച് വ്യക്തമാക്കി 1916 പ്രസിദ്ധീകരിച്ചു. 1918 ഫയോൾ കമ്പനിയിൽ നിന്നും വിരമിച്ചപ്പോഴേക്കും യൂറോപ്പിലെ സാമ്പത്തിക മുന്നിട്ടുനിൽക്കുന്ന കമ്പനികളിലൊന്നായി അത് മാറിക്കഴിഞ്ഞിരുന്നു. ഭരണസമിതിയുടെ ധർമ്മങ്ങൾ. ഫയോൾ ഭരണസമിതിയുടെ 5 പ്രധാന ധർമ്മങ്ങൾ നിർവചിച്ചു. 1. സംയോജനം, പ്ലാനിംഗ്, ഭാവിയിലെ പ്രവർത്തനങ്ങൾക്കുള്ള പദ്ധതികൾ രൂപപ്പെടുത്തൽ. 2. സംഘടന, ഓർഗനൈസിംഗ്, ആവശ്യമായ വിഭവങ്ങൾ സംഘടിപ്പിക്കൽ. 3. ആജ്ഞാപനം, കമാൻഡിംഗ്, ജീവനക്കാരെ നയിക്കൽ. 4. സമന്വയം, കോർഡിനേറ്റിംഗ്, വിവിധ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കൽ. 5. നിയന്ത്രണം, കൺട്രോളിംഗ്, പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കൽ. ഹെൻറി ഫയോളിന്റെ 14 ഭരണസമിതി തത്വങ്ങൾ. ഫയോൾ 14 ഭരണസമിതി തത്വങ്ങളും നിർവചിച്ചു. ഇവ താഴെ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. 1. വേലയുടെ വിഭജനം, ഡിവിഷൻ ഓഫ് വർക്ക്. ജോലിയെ ചെറിയ ഭാഗങ്ങളായി വിഭജിക്കുന്നത് ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നു. 2. അധികാരം, ഒഥോറിറ്റി, ഉത്തരവാദിത്തത്തോടൊപ്പം അധികാരവും ഉണ്ടായിരിക്കണം. 3. അച്ചടക്കം, ഡിസിപ്ലിൻ, ജീവനക്കാർ അച്ചടക്കം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. 4. ഏകീകൃത ആജ്ഞാപനം, യൂണിറ്റി ഓഫ് കമാൻഡ്. ഒരു ജീവനക്കാരന് ഒരേ സമയം ഒരാളുടെ മാത്രം കീഴിൽ പ്രവർത്തിക്കേണ്ടതാണ്. 5. ഏകീകൃത ദിശ, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഒരു ഗ്രൂപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഒരേ ലക്ഷ്യത്തോടെ നടത്തണം. 6. വ്യക്തിപരമായ താത്പര്യത്തേക്കാൾ സാധാരണ താത്പര്യം, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. വ്യക്തിപരമായ താത്പര്യങ്ങൾ സംഘടനയുടെ താത്പര്യങ്ങൾക്ക് കീഴിലായിരിക്കണം. 7. പ്രതിഫലം, റെമ്യൂണറേഷൻ. ജീവനക്കാർക്ക് നീതിപൂർവകമായ പ്രതിഫലം നൽകണം. 8. കേന്ദ്രീകരണം, സെൻട്രലൈസേഷൻ. അധികാരം കേന്ദ്രീകരിക്കുകയോ വികേന്ദ്രീകരിക്കുകയോ ചെയ്യുന്നത് സംഘടനയുടെ ആവശ്യങ്ങൾക്കനുസരിച്ചായിരിക്കണം. 9. സ്കേലാർ ചെയിൻ. അധികാരത്തിന്റെ തുടർച്ചയുള്ള ഒരു ശൃംഖലയുണ്ടായിരിക്കണം. 10. ക്രമം, ഓർഡർ. സാധനങ്ങളും ആളുകളും അവരുടെ സ്ഥാനത്തായിരിക്കണം. 11. നീതി, എക്വിറ്റി. ജീവനക്കാരോട് നീതിപൂർവം പെരുമാറണം. 12. ജീവനക്കാരുടെ സ്ഥിരത, സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓഫ് പേഴ്സണൽ. ജീവനക്കാരുടെ സ്ഥിരത ഉറപ്പാക്കണം. 13. സംരംഭം, ഇനീഷ്യേറ്റീവ്. ജീവനക്കാർക്ക് സ്വന്തം തലയിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണം. 14. സംഘാതം, എസ്പ്രിറ്റ് ഡി കോർപ്സ്. സംഘാതബോധം വളർത്തണം.